ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ ഇന്നലത്തെ എപ്പിസോഡിലാണ് പ്രേക്ഷകരായ കുറച്ചുപേരെയെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു രംഗം ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. റോബിൻ ജയിലിലേക്ക് പോകും മുന്നേ ലക്ഷ്മി പ്രിയയോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് മനുഷ്യത്വമുണ്ടോ? പണ്ട് ലാലേട്ടൻ തന്റെ എവർഗ്രീൻ ഹിറ്റായ ചിത്രം എന്ന സിനിമയിൽ അവസാനം വധശിക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴുള്ള ഒരു രംഗമാണ് ഓർമ്മ വന്നത്. സാർ, ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു, എന്നെ കൊല്ലാതെ ഇരിക്കാൻ പറ്റുമോ? അന്ന് ലാലേട്ടൻ കരയിച്ചതുപോലെ ഇന്ന് റോബിൻ പ്രേക്ഷകർ കുറച്ചുപേരെയെങ്കിലും സങ്കടത്തിലാഴ്ത്തിയിട്ടുണ്ടെന്ന് പറയാം. അത്രയ്ക്കും വേദനിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ബാത്റൂം ഏരിയയിൽ വെച്ച് നടന്നത്. റോബിൻ എന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ അത്ര സ്ട്രോങ് ആയി നിൽക്കുകയും ഒറ്റയ്ക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോടെല്ലാം പൊരുതി നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു വികാര പ്രകടനം ആരും പ്രതീക്ഷിച്ചില്ല. ഒതുക്കി വെച്ചിരുന്ന വിഷമങ്ങളൊക്കെ ഒരു നിമിഷം പുറത്തേക്ക് പൊട്ടിയതുപോലെ. ഇതിപ്പോൾ ഉള്ളിത്തട്ടി വന്നതോ അതോ പുതിയ സ്ട്രാറ്റജിയോ എന്നതൊക്കെ എന്തുതന്നെയായാലും പ്രേക്ഷകരായ നമ്മളും സങ്കടത്തിലായി എന്ന് തന്നെ പറയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നലത്തെ ജയിൽ നോമിനേഷനിൽ വന്നവരുടെ ടാസ്കിൽ റോബിന്റെ പെർഫോമൻസ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഇന്നലത്തെ എപ്പിസോഡും ഹോട്ട്സ്റ്റാർ ലൈവും കണ്ടവർക്ക് മനസ്സിലാകും. ജയിൽ നോമിനേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്മി പ്രിയ, ബ്ലെസ്ലി, റോബിൻ എന്നിവരിൽ റോബിൻ എങ്ങനെയായിരുന്നു ടാസ്കിൽ കളിച്ചതെന്ന്. ഇന്നലെ രാവിലെ മുതൽ താൻ ജയിലിൽ പോകാൻ തയ്യാറായി ഇരിക്കുവാണെന്ന് റോബിൻ പറയുന്നുണ്ടായിരുന്നു. ലക്ഷ്മി പ്രിയയോടും പറയുന്നുണ്ട്, നമ്മൾക്ക് തോറ്റുകൊടുക്കാം, ബ്ലെസ്ലി ജയിച്ചോട്ടെ എന്ന്. ഈ ഒരു പ്രവൃത്തിയും ടാസ്കിലെ അലംഭാവവും ഒന്നും ന്യായീകരിക്കുകയല്ല. കാരണം ഇത് ബിഗ് ബോസ് ആണ്, ഇവിടെ മനുഷ്യത്വമൊക്കെ ആകാം. എന്നാൽ ടാസ്കിൽ നമ്മൾ പെർഫോം ചെയ്യണം. തോൽക്കുന്നതും ജയിക്കുന്നതും വേറെ കാര്യം. എന്നാൽ ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ അലംഭാവം കാണിക്കുന്നത് റോബിനെ പോലെ എപ്പോഴും താൻ ഏത് ടാസ്കിലാണെങ്കിലും 200% കൊടുക്കുമെന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ റോബിൻ തൻ്റെ ടാസ്കിൽ പറയത്തക്ക ഒരു ശ്രമം പോലും നടത്താതെ തോൽക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ ബിഗ് ബോസിന്റെ വക ഒരു പണിയും. ടാസ്കിൽ സമനിലയിലെത്തിയ ലക്ഷ്മി പ്രിയയെയും ബ്ലെസ്ലിയെയും രണ്ടാമതൊരു മത്സരം കൂടി നടത്താതെ ടാസ്കിൽ തികച്ചും അലംഭാവം കാണിച്ച റോബിൻ മാത്രം ജയിലിൽ പോയാൽ മതിയെന്ന് ബിഗ് ബോസ് അറിയിക്കുകയായിരുന്നു. ജയിൽ നോമിനേഷനിൽ വന്നതും ജയിലിൽ പോയതുമെല്ലാം അർഹിച്ചത് തന്നെയായിരുന്നു. എന്നാൽ ജയിലിലേക്ക് പോകും മുന്നേ റോബിൻ തന്റെ സങ്കടങ്ങളുടെ കെട്ടഴിച്ചു വിട്ടത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു.